നക്ഷത്രവും ജന്മരാശിയും കണക്കാക്കി ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും പെരുമാറ്റ രീതികളും പ്രവചിക്കുന്ന ജ്യോതിഷം പോലെ തന്നെ ജനനത്തീയതി അടിസ്ഥാനമാക്കി പ്രവചനങ്ങൾ നടത്തുന്ന ഒന്നാണ് സംഖ്യാശാസ്ത്രം. അപ്പോൾ ഈ സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഓരോ ജനനത്തീയതിക്കും പ്രത്യേകമായ ഗുണങ്ങളും ദോഷങ്ങളും സവിശേഷതകളുമുണ്ട്. അതനുസരിച്ച് ഒരാളുടെ വ്യക്തിത്വം, അവരുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥകൾ എന്നിവ നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് ദേഷ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനന തീയതികൾ ഏതെല്ലാമാണ് എന്നാണ് പറയുന്നത്. ഈ കലികാലത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് സ്നേഹമോ പ്രണയമോ അതല്ല നമ്മുടെ മാനസികമായിട്ടുള്ള ആ ഒരു വൈകാരിക അടുപ്പമോ ഒന്നുമല്ല. മിക്ക ആളുകളുടെയും മനസ്സിൽ ഏറ്റവും കൂടുതലുള്ളത് ദേഷ്യമാണ്. അപ്പം ഈ കലിയുഗത്തിൽ അത് സർവ്വസാധാരണമാണ്. എന്നാലും ചില ഡേറ്റിൽ ജനിച്ച ആളുകൾക്ക് ഈ ദേഷ്യം ഒരിക്കലും അവർക്ക് അടക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അവർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, ജന്മന അവർ ദേഷ്യം ഉള്ളവരായിരിക്കും. അപ്പോൾ ഏതെല്ലാം ദിവസങ്ങളിൽ ജനിച്ച ആളുകൾക്കാണ് ഈ ഭയങ്കര രൗദ്രഭാവമുള്ളത്, ദേഷ്യമുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അങ്ങനെ പറയുന്ന ആദ്യത്തെ നമ്പർ ഒറ്റ നമ്പറായിട്ടുള്ള 9 ആണ്. അപ്പോൾ 9 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് ഏത് മാസത്തിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് മാസത്തിൽ ജനിച്ച 9 എന്ന ഡേറ്റുള്ള ആളുകൾക്കും ദേഷ്യക്കാരാണ് അവർ. അപ്പോൾ ജനനത്തീയതി മാസം നമ്മൾ കണക്ക് കൂട്ടേണ്ട, ദിവസം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ 9-ാം തീയതി ആണെങ്കിൽ അവർ ദേഷ്യം അതേപോലെ തന്നെ എല്ലാ വികാരങ്ങളും വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും. തീവ്രത, അഭിലാഷം, നീതിബോധം എന്നിവയുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് 9. സാമൂഹികമായ പ്രശ്നങ്ങളും വ്യക്തിപരമായ മൂല്യങ്ങൾ ഇടിവുണ്ടാവുകയും ചെയ്യുന്നത് ഇവരിൽ കോപത്തിന് കാരണമാകും. അനീതിയോ നിയമലംഘനങ്ങളോ കണ്ടാൽ ഇവർ കലിതുള്ളും. പൊതുവെ നീതിബോധമുള്ള മാതൃകാപരമായ ചിന്താഗതിയുള്ള ആളുകളാണ് 9 എന്ന തീയതിയിൽ ജനിച്ച ആളുകൾ. ക്രൂരതയും അനീതിയും കണ്ടാൽ ഇവർ കോപിഷ്ഠരാകും. അതുകൊണ്ട് ഇവർ സത്യസന്ധരായതുകൊണ്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടാകുന്നത്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും സത്യസന്ധത നിലനിർത്തുന്ന ആളുകൾക്ക് അവരുടെ കോപമാണെങ്കിലും അവരുടെ മറ്റ് വാക്കുകളാണെങ്കിലും ഒക്കെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ പുറത്തേക്ക് വരും. മറ്റ് നമ്മൾ ഇച്ചിരി ക്ഷമിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് കണ്ടില്ല, അല്ലെങ്കിൽ അവർ ഇച്ചിരി കള്ളത്തരമൊക്കെ പറയാനൊക്കെ മടിയില്ലാത്ത ആളുകളായിരിക്കും. എന്നാൽ 9 എന്ന് പറയുന്ന ഡേറ്റിൽ ജനിച്ച ഒരാളുകൾക്കും അതിന് സാധിക്കില്ല. അടുത്തതായിട്ട് 18 എന്ന് പറയുന്ന ആ ഒരു ദിവസം ജനിച്ച ആളുകളാണ്. 18 എന്ന തീയതിയിൽ ജനിച്ച ആളുകൾ കോപത്തിൻ്റെ ആൾരൂപമാണ് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് പ്രതികരിക്കുകയും വൈകാരികമായി പെരുമാറുകയും ചെയ്യുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ദേഷ്യത്തിലും ഇവർ മുൻപന്തിയിലാണ്. 1, 8 എന്നീ സംഖ്യകളുടെ ഊർജത്തിൻ്റെ സങ്കീർണമായ കൂടിച്ചേരലാണ് 18 എന്ന് പറയുന്ന സംഖ്യ. മറ്റാരെയും ആശ്രയിക്കാത്ത പ്രകൃതക്കാരും പല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉള്ളവരാണ് 18 എന്ന ഡേറ്റിൽ ജനിച്ച ആളുകൾ. എന്നാൽ ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ചിലപ്പോൾ അക്ഷമയും നിരാശയും ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ദേഷ്യത്തിന് കാരണമാകും. ഇങ്ങനെ ക്ഷമ നശിക്കുമ്പോഴും അതേപോലെ തന്നെ ഇവരുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴും ഇവർക്ക് സങ്കടമോ വിഷമോ ഒക്കെ ഇവർ പ്രകടിപ്പിക്കുന്നത് ദേഷ്യത്തിലൂടെ ആയിരിക്കും. ഭയങ്കര ദേഷ്യക്കാരാണ് ഇവർ. മറ്റാരെയും ആശ്രയിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. ഇവർക്ക് നല്ല നിശ്ചയദാർഢ്യമുണ്ടാവും. അപ്പോൾ ഇവരുടെ പരിമിതികൾ വിചാരിച്ചതുപോലെ ഇവർക്ക് കാര്യങ്ങളൊക്കെ നടക്കാതെ വരികയാണെങ്കിൽ, ഇവരുടെ ലക്ഷ്യങ്ങളിൽ തടസ്സമുണ്ടാവുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യക്കാരായി മാറും. അപ്പോൾ അവരുടെ മുൻപിൽ നിൽക്കുന്നത് ആരാണ്, എന്താണ് അവിടെ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് അവരോട് പ്രതികരിക്കേണ്ടത് എന്നുള്ള ചിന്തയൊന്നും ആ സമയങ്ങളിൽ ഇവർക്ക് ഉണ്ടാകത്തില്ല. അതേപോലെ പിടിച്ചാൽ കിട്ടാത്ത ഒരു ആളുകളാണ് 18-ാം തീയതി ജനിച്ച ആളുകൾ. ഇനി അടുത്തതായിട്ട് 27-ാം തീയതിയാണ് കേട്ടോ. വൈകാരികമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് 27 എന്ന തീയതിയിൽ ജനിച്ച ആളുകൾ. അതുകൊണ്ട് അവർ അവരുടെ ദേഷ്യം വളരെ തീവ്രമായിട്ട് പ്രകടിപ്പിക്കും. 2 എന്ന സംഖ്യ കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രതീകമാണ്. നേരെ മറിച്ച് 7 എന്ന സംഖ്യ സ്വാശ്രയത്വത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമാണ്. ഈ സംഖ്യകളുടെ കൂടിച്ചേരലുകൾ ഉള്ളിലെ
സംഘർഷങ്ങൾക്കും വിട്ടുവീഴ്ചയില്ലാത്ത ആ ഒരു സ്വഭാവത്തിനും വികാരങ്ങളുടെ പൊട്ടിത്തെറിക്കുമൊക്കെ കാരണമാകും. അങ്ങനെ 2ഉം 7ഉം കൂടി ചേർന്ന് 27 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയായി കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു സ്വഭാവം അപ്പാടെ മാറിപ്പോവും. അവർ ഭയങ്കര ദേഷ്യക്കാരായിട്ടായിരിക്കും പരിണമിക്കുന്നത്. എല്ലാവരുടെയും കരുതലും സഹതാപവും ഉൾവിളികളും ഉള്ള ഇവർ പക്ഷേ ആളുകൾ തങ്ങളുടെ സ്വഭാവത്തെ മുതലെടുക്കുമ്പോഴും തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോഴും പ്രകോപിതരാകുകയും കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ ഒരു സ്വഭാവ രീതിയാണ് മറ്റുള്ള ആളുകൾ അവരുടെ സ്വഭാവത്തെ മുതലെടുക്കുന്നു എന്നൊക്കെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് സാരമില്ല, പോട്ടെ, ഇനി നമുക്ക് അവരുമായിട്ട് മിണ്ടണ്ട, അല്ലെങ്കിൽ അവരോട് പ്രതികരിക്കേണ്ട, നമുക്ക് മറ്റൊരു വഴി നോക്കാമെന്നാണ് സാധാരണ അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ഇവർ ചിന്തിക്കുന്നത്. അവർ നേരിട്ട് പോയി അവരോടത് ചോദിക്കുകയും നേരിട്ട് അപ്പം തന്നെ ആ കാര്യങ്ങൾക്ക് ആ ഒരു പ്രശ്നം തീർപ്പാക്കുകയും അങ്ങനെ അവരുടെ സംസാര രീതിയൊക്കെ വേറെ ഒരു ലെവലിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് 27-ാം തീയതി ജനിച്ച ആളുകൾ. ഇനി അടുത്തത് നമുക്ക് പറയേണ്ട സംഖ്യ 29 കേട്ടോ. അപ്പോൾ 29-ാം തീയതി ജനിച്ചിട്ടുള്ള ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അവർ എടുത്തുചാട്ടക്കാരാണ്. ഒരു മടിയും കൂടാതെ ഉടനടി ദേഷ്യം പ്രകടിപ്പിക്കുന്ന കൂട്ടരാണിവർ. 2 എന്ന സംഖ്യയുടെയും സാഹസികതയുടെയും തുടക്കത്തിൻ്റെയും പ്രതീകമായ 9 എന്ന സംഖ്യയുടെയും എനർജി കൂടിച്ചേരുന്നത് കൊണ്ട് വെല്ലുവിളി നിറഞ്ഞതും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ക്ഷമ നശിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന കൂട്ടരാണ് 29 എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിൽ ജനിച്ച ആളുകൾ. ഇവർ വളരെ തന്ത്രശാലികളും സാഹസപ്രിയരും എടുത്തുചാട്ടം ഉള്ളവരും ആണ്. അപ്പോൾ അത് ഇവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യത്തിനും എടുത്തുചാട്ടം, നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അങ്ങ് വിചാരിക്കില്ല, അങ്ങ് എടുത്തു ചാടും. അതുപോലെ തന്നെ സാഹസം കാണിക്കാൻ ഒരു മടിയുമില്ല. എല്ലാ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ ഏത് സാഹസികമായ കാര്യങ്ങളാണെങ്കിലും അവരതങ്ങ് ഏറ്റെടുക്കും. അതുപോലെ തന്നെ തന്ത്രശാലികളുമാണ് കേട്ടോ ഈ 29-ാം തീയതി ജനിച്ച ആളുകൾ. അപ്പോൾ അവരുടെ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊക്കെ ഏതെങ്കിലും സമയത്ത് ലംഘിക്കപ്പെട്ടു എന്ന് തോന്നി കഴിയുമ്പോൾ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ അത് കേൾക്കുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല എന്ന് തോന്നി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന നിരാശ, അത് ദേഷ്യമായിട്ടാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിരാശ അവർ പുറമെ കാണിക്കില്ല, അവർ ആ നിരാശയ്ക്ക് പകരം കാണിക്കുന്നത് അവരുടെ ദേഷ്യമാണ്. ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 30 കേട്ടോ. അപ്പോൾ ഈ 29, 30 ഒക്കെ അടുത്തടുത്ത് ജനിച്ച ആളുകളൊക്കെ കണക്കാണ്. മാതൃകാപരമായ സ്വഭാവം ഉള്ളവരാണ് ഈ 30 തീയതി ജനിച്ച ആളുകൾ എങ്കിലും ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ ഭയങ്കര മുമ്പിലാണ്. കലാപരമായ കഴിവുകൾ ഉള്ളവരും ഭാവനാസമ്പന്നരും വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുന്നവരും ആണ് 30-ാം തീയതി ജനിച്ച ഇക്കൂട്ടർ. സർഗാത്മകതയുടെയും ഭാവപ്രകടനങ്ങളുടെയും പ്രതീകമായ 3 എന്ന സംഖ്യയും കരുതലിൻ്റെ പ്രതീകമായ 0 എന്ന സംഖ്യയും കൂടി ചേരുമ്പോൾ ഉള്ള 30 എന്ന സംഖ്യ വാക്കുകളിലൂടെയും വ്യത്യസ്ത വഴികളിലൂടെയും ദേഷ്യം പ്രകടിപ്പിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ദേഷ്യം എന്ന് പറയാൻ പറ്റത്തില്ല. നാവുകൊണ്ട് മാത്രമൊന്നുമല്ല, ഇവർ കൈകൊണ്ട് ചിലപ്പോൾ അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ദേഷ്യപ്പെടുമ്പോൾ ഒരു കയ്യകലത്തിൽ മാറി നിൽക്കണം. ഇവരുടെ കയ്യിൽ നിന്ന് എപ്പോഴാണ് നമുക്ക് അടി കിട്ടണമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള കരുതലോ ദയയോ ഒക്കെ ഇല്ലാതിരിക്കുമ്പോഴോ ഒക്കെയാണ് ഇവർ പൊതുവെ ദേഷ്യപ്പെടുന്നത്. ഇവർ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് ഇവർക്ക് വിപരീതമായിട്ടുള്ള അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും വളരെ പെട്ടെന്ന് അവർ പ്രതികരിക്കുകയും അവരെ അതൊരു കയ്യാങ്കളിയിലേക്കൊക്കെ അവർ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഈ 30-ാം തീയതി ജനിച്ച ആളുകൾ. അപ്പോൾ ഇത്രയും സംഖ്യകളാണ് പൊതുവെ ദേഷ്യക്കാരായിട്ട് പറയപ്പെടുന്നത്. മറ്റുള്ള സംഖ്യകൾക്ക് ദേഷ്യം ഇല്ല എന്നല്ല, പക്ഷേ പിടിച്ചാൽ കിട്ടാത്ത കുറച്ച് ആൾക്കാരാണ് ഞാൻ ഈ പറഞ്ഞ സംഖ്യയിൽ ജനിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ സംഖ്യകളിലൊക്കെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടുകളിൽ ഈ സംഖ്യകളിലൊക്കെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുക കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കുകയാണ് എങ്കിൽ നമുക്കതിനൊരു
മുൻകരുതൽ എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് ഇന്ന സ്വഭാവമുണ്ട് എന്ന്, അത് തെറ്റാണ്, അത് കൊള്ളില്ലാത്ത സ്വഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്താനൊരു അവസരം നമുക്ക് ഉണ്ടാകും. പൂർണ്ണമായിട്ടും അത് തിരുത്താൻ മിക്കവാറും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരില്ല. കാരണം നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ കോപം എന്ന് പറയുന്ന കാര്യം. എന്നാൽ സാഹചര്യം മൂലവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഖാന്തരവും നിങ്ങളുടെ നല്ല സൗഹൃദങ്ങൾ മുഖാന്തരവും ഒക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇത് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കോപം വരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് എടുത്തു ചാടാതെ ഒരു സംയമനത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.